സ്നേഹമുള്ളവരെ, ഈശോമിശിഹായിൽ സ്നേഹവന്ദനം. ജയലോഗോസ് 316-ൻ്റെ 48-ാം എപ്പിസോഡിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഇന്ന് നാം കാണുന്നത് 2 കൊരിന്തോസ് 9-ാം അധ്യായമാണ്. ഈ അധ്യായത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ കർത്താവ് നമ്മളെ നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. ജോസഫ് ഫോർ ജയലോഗോസ് 316. കൊറിന്തോസ് 9, 2 കൊരിന്തോസ് 9 ഒരു ആമുഖം. അഗാധമായ ജ്ഞാനവും ഔദാര്യത്തിൻ്റെ കാലാതീതമായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമായ 2 കൊരിന്തോസ് 9-ൻ്റെ പ്രകാശമാനമായ മണ്ഡലത്തിലേക്ക് സ്വാഗതം. നാം അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ സന്തോഷത്തോടെ നൽകാനുള്ള അപ്പസ്തലനായ പൗലോസിൻ്റെ വികാരാധീനമായ അഭ്യർത്ഥനയെ നാം അഭിമുഖീകരിക്കുന്നു. ഔദാര്യത്തിൻ്റെ പരിവർത്തന ശക്തി ഉൾക്കൊള്ളാനുള്ള ഒരു വ്യക്തമായ ആഹ്വാനം. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾക്കിടയിൽ വിലയേറിയൊരു സത്യം നാം കണ്ടെത്തുന്നു. നൽകുമ്പോൾ നാം നൽകുന്നതിനേക്കാൾ വളരെയധികം നമുക്ക് ലഭിക്കുന്നു. ഔദാര്യം എന്നത് കേവലം ജീവകാരുണ്യ പ്രവർത്തനമല്ലെന്നും നമ്മുടെ ലോകത്തിൻ്റെ ഇരുണ്ട കോണുകളെ പോലും പ്രകാശിപ്പിക്കാൻ കഴിവുള്ള സ്നേഹത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു ദീപസ്തംഭമാണെന്നും പൗലോസിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്ന് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 9:1 പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണ്? 2 കൊരിന്തോസ് 9:1. ഉത്തരം, വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെ പറ്റിയാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ സന്നദ്ധത എനിക്ക് ബോധ്യമുള്ളതാണ് എന്ന് പറഞ്ഞ ശേഷം പൗലോസ്ലീഹ 2 കൊരിന്തോസ് 9:2 പരാമർശിക്കുന്ന 2 സഭാ സമൂഹങ്ങൾ ഏതൊക്കെയാണ്? 2 സഭാ സമൂഹങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അവയുടെ പേര് പറയുക. ഉത്തരം, അക്കായിയ, മക്കദോനിയ സഭാസമൂഹങ്ങൾ. അക്കായിയ, മക്കദോനിയ സഭാസമൂഹങ്ങൾ. മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. നിങ്ങളുടെ ഡാഷ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട്. 2 കൊരിന്തോസ് 9:2. നിങ്ങളുടെ ഡാഷ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട്. 2 കൊരിന്തോസ് 9:2. ഉത്തരം, തീക്ഷ്ണതയാണ് അതിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം, ഇക്കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാനാണ് ആരെ ഞാൻ അയച്ചിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാനാണ് ആരെ അയച്ചിരിക്കുന്നത്? സഹോദരന്മാരെ. ഉത്തരം, സഹോദരന്മാരെ അയച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം 5. 2 കൊരിന്തോസ് 9-ാം അധ്യായത്തിൽ മക്കദോനിയക്കാരെക്കുറിച്ച് പൗലോസ്ലീഹ എത്ര പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട്? 2 കൊരിന്തോസ് 9-ാം അധ്യായത്തിൽ മക്കദോനിയക്കാരെക്കുറിച്ച് പൗലോസ്ലീഹ എത്ര പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട്? ഉത്തരം, 2 പ്രാവശ്യം. 2-4 വാക്യങ്ങളിൽ. അതായത് 9-ാം അധ്യായം 2-4 വാക്യങ്ങളിലാണ് ഇത് പറയുന്നത്. 2 പ്രാവശ്യം. ആറാമത്തെ ചോദ്യം, 2 കൊരിന്തോസ് 9:4 കാണാത്ത വാക്കേത്? ഒരുക്കമില്ലാത്തവർ, വിശ്വാസം, പ്രശംസ, അപമാനിതർ. ഈ 4 വാക്കുകളിൽ 2 കൊരിന്തോസ് 9:4 കാണാത്ത വാക്കേതെന്നാണ് ചോദ്യം. ഉത്തരം, പ്രശംസ. പ്രശംസ ആ വാചകത്തിൽ നമ്മൾ കാണുന്നില്ല, വാക്യത്തിൽ കാണുന്നില്ല. ഏഴാമത്തെ ചോദ്യം, ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ. എന്ത്? ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ. എന്താണ് അങ്ങനെ വ്യക്തമാകട്ടെ എന്ന് പറയുന്നത്? കൊറിന്തോസുകാർ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന. അതാണ് ഉത്തരം. കൊറിന്തോസുകാർ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന. എട്ടാമത്തെ ചോദ്യം, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഉത്തരം, 2 കൊരിന്തോസ് 9:6. 2 കൊരിന്തോസ് 9:6 അതിൻ്റെ ഉത്തരം. 9-ാമത്തെ ചോദ്യം, ഓരോരുത്തരും എന്തനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്നാണ് പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നത്? ഓരോരുത്തരും എന്തനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്നാണ് പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നത്? ഉത്തരം, സ്വന്തം തീരുമാനമനുസരിച്ച് വേണം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? 10-ാമത്തെ ചോദ്യം, എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? അതിൻ്റെ ഉത്തരം, സന്തോഷപൂർവ്വം നൽകുന്നതിനാണ് ദൈവം സ്നേഹിക്കുന്നതാണ് പറയുക. അതാണ് അതിൻ്റെ ഉത്തരം. 11-ാമത്തെ ചോദ്യം, വിശുദ്ധർക്കുള്ള ധനശേഖരണം എന്ന ശീർഷകം കാണുന്ന അധ്യായം ഏത്? വിശുദ്ധർക്കുള്ള ധനശേഖരണം എന്ന ശീർഷകം കാണുന്ന അധ്യായം ഏത്?
അതിൻ്റെ ഉത്തരം 2 കൊറിന്തോസ് 9-ാം അധ്യായം. 2 കൊറിന്തോസ് 9-ാം അധ്യായം. അടുത്ത ചോദ്യം 12. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്ന് പൗലോസ്ലീഹ പറയാൻ കാരണമെന്ത്? വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്ന് പൗലോസ്ലീഹ പറയാൻ കാരണമെന്ത്? ഉത്തരം അവരുടെ എല്ലാ കൊരിന്തോസുകാരുടെ സന്നദ്ധത പൗലോസ്ലീഹയ്ക്ക് ബോധ്യമുള്ളതുകൊണ്ട്. 2 കൊരിന്തോസ് 9:2. 13ാം ചോദ്യം 2 കൊരിന്തോസ് 9:6 രണ്ടാം ഭാഗം അല്പം വിധിക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിധിക്കുന്നവൻ ധാരാളം കൊയ്യും എന്നാണെങ്കിൽ ആദ്യ ഭാഗം എന്താണ്? ആദ്യ ഭാഗം 2 കൊരിന്തോസ് 9 എയും ബിയും ഉണ്ടൽ ഭാഗങ്ങൾ, അതിൽ ആദ്യ ഭാഗം ഏതാണ് ചോദിക്കുന്നത്. അതാണ് സത്യം ഇതാണ് എന്നാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. 14ാം ചോദ്യം 2 കൊരിന്തോസ് 9:7 അനുസരിച്ച് നമ്മുടെ ദാനത്തെ നയിക്കേണ്ട 3 തത്വങ്ങൾ ഏവ? നമ്മുടെ ദാനത്തെ നയിക്കേണ്ട 3 തത്വങ്ങൾ ഏവ എന്നാണ് ചോദ്യം. 2 കൊരിന്തോസ് 9:7 അനുസരിച്ച്. ഉത്തരം ആനുപാതികമായി സ്വതന്ത്ര മനസ്സോടെ സന്തോഷപൂർവ്വം ദാനം ചെയ്യുക. ആനുപാതികമായി സ്വതന്ത്ര മനസ്സോടെ സന്തോഷപൂർവ്വം. 15ാം ചോദ്യം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എന്ത് സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം? ദൈവം എന്ത് സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് എന്നാണ് ചോദ്യം. ഉത്തരം എല്ലാ അനുഗ്രഹങ്ങളും. 16ാമത്തെ ചോദ്യം അധ്യായം വാക്യം സൂചിപ്പിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. അധ്യായം വാക്യവും പറയുക ഈ സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ വാക്യത്തിൻ്റെ. ഉത്തരം 2 കൊരിന്തോസ് 9:8. 2 കൊരിന്തോസ് 9:8. 17 സംഭാവന നൽകുന്നത് എങ്ങനെയാകരുത് എന്നാണ് 2 കൊരിന്തോസ് 9:7 പറയുന്നത്. സംഭാവന നൽകുന്നത് എങ്ങനെയാകരുത് എന്നാണ് 2 കൊരിന്തോസ് 9:7 പറയുന്നത്. ഇതാണ് 17ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആവരുത്. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ. 18ാം ചോദ്യം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. 2 കൊരിന്തോസ് 9:9. ഏത് പഴയ നിയമ ഭാഗമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്? ഏത് പഴയ നിയമ ഭാഗമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 112:9. സങ്കീർത്തനം 112:9. 19ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു. ഉത്തരം അവൻ്റെ നീതി. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ഉത്തരം നീതിയാണ്. അടുത്ത ചോദ്യം 20 നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമർത്ഥമാക്കുകയും ചെയ്യുന്നത് ആര്? നീതിയുടെ വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നീതിയുടെ വിളവ് സമർത്ഥമാക്കുകയും ചെയ്യുന്നത് ആര്? ഉത്തരം വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവനാണ് ഉത്തരം. 21 2 കൊരിന്തോസ് 9:10 കൊടുത്തിട്ടില്ലാത്ത പദം തിരഞ്ഞെടുക്കുക. ദാനം, അപ്പം, വിത്ത്, വിളവ്. ദാനം, അപ്പം, വിത്ത്, വിളവ്. ഈ 4 വാക്കുകളിൽ 2 കൊരിന്തോസ് 9:10 കൊടുത്തിട്ടില്ലാത്ത പദം ഏതാണ്? ദാനം. ദാനം അവിടെ കാണുന്നില്ല. ദാനമാണ് അതിൻ്റെ ഉത്തരം. 22ാമത്തെ ചോദ്യം ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുന്നത് എന്തിനു വേണ്ടി? ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുന്നത് എന്തിനു വേണ്ടി? അതാണ് 22ാമത്തെ ചോദ്യം. ഉത്തരം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്. 2 കൊരിന്തോസ് 9:11 നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് എന്നാണ് ഉത്തരം. 23 തങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുന്നത് എന്താണെന്നാണ് പൗലോസ്ലീഹ കൊരിന്തോസുകാരോട് പറയുന്നത്. തങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുന്നത് എന്താണെന്നാണ് പൗലോസ്ലീഹ കൊരിന്തോസുകാരോട് പറയുന്നത്. അവരുടെ ഉദാരശീലത. അവരുടെ ഉദാരശീലത എന്നതാണ് അതിന് ഉത്തരം. അടുത്ത ചോദ്യം 24 വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുകൂടി ചെയ്യുന്നത് എന്ത്? കരകവിഞ്ഞൊഴുകുകൂടി ചെയ്യുന്നത് എന്ത് എന്നാണ് ഇതിനകത്ത് ചോദ്യം. 24ാമത്തെ ചോദ്യം. ഉത്തരം സേവനത്തിൻ്റെ ശുശ്രൂഷ. 2 കൊരിന്തോസ് 9:12 സേവനത്തിൻ്റെ ശുശ്രൂഷ. 25 നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും എന്നവസാനിക്കുന്ന 2 കൊരിന്തോസ് 9:13 കാണുന്ന 2 മൂല്യങ്ങൾ ഏതൊക്കെ? നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കുമെന്ന് അവസാനിക്കുന്ന 2 കൊരിന്തോസ് 9:13 കാണുന്ന 2 മൂല്യങ്ങൾ. വാല്യൂസ്. വിധേയത്വം, ഔദാര്യം.
വിധേയത്വം, ഔദാര്യം, ഈ 2 മൂല്യങ്ങളാണ് കാണുന്നത്. 26 2 Corinthians 9 സമർത്ഥമാക്കുകയും ചെയ്യും എന്ന് പറയുന്നത് എന്തിൻ്റെ വിളവാണ്? 2 Corinthians 9 സമർത്ഥമാക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് എന്തിൻ്റെ വിളവാണ്? എന്തിൻ്റെ വിളവാണ്? ഉത്തരം നീതിയുടെ വിളവാണ്. 2 Corinthians 9:10. 27 എന്ത് നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ് 2 Corinthians 9:14 പറയുന്നത്. എന്ത് നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ്. ഉത്തരം നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം. നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തമാണ് അങ്ങനെ അവർ പറയുന്നത്. അടുത്ത ചോദ്യം, ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന വാക്കുകൾ പരാമർശിക്കപ്പെടുന്ന 2 Corinthians 9 വചനഭാഗം ഏത്? ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന വാക്കുകൾ പരാമർശിക്കപ്പെടുന്ന 2 Corinthians 9 വചനഭാഗം ഏത്? 2 Corinthians 9:13. 2 Corinthians 9:13. 29ാമത്തെ ചോദ്യം, കൊറിന്തോസുകാരിൽ മികച്ചു നിൽക്കുന്നത് എന്തെന്നാണ് 2 Corinthians 9:14 പറയുന്നത്? കൊറിന്തോസുകാരിൽ മികച്ചു നിൽക്കുന്നത് എന്തെന്നാണ് 2 Corinthians 9:14 പറയുന്നത്? ഇതാണ് 29ാമത്തെ ചോദ്യം. ഉത്തരം ദൈവകൃപ. ദൈവകൃപയാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 30. എങ്ങനെയുള്ള ദാനത്തിന് ദൈവത്തിന് സ്തുതി എന്നാണ് 2 Corinthians 9 അവസാന വാക്യത്തിൽ പറയുന്നത്? എങ്ങനെയുള്ള ദാനത്തിന് ദൈവത്തിന് സ്തുതി എന്നാണ് 2 Corinthians 9 അവസാന വാക്യത്തിൽ പറയുന്നത്? ദാനത്തിന് എങ്ങനെ വിവരിച്ചിരിക്കുന്നത്? അവർണ്ണനീയമായ ദാനം. അവർണ്ണനീയമായ എന്നാണ് ദാനത്തെ പറയുന്നത്. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷവും നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. 2 Corinthians 9:7. The person who gives with a smile is the best giver because God loves a cheerful giver. സെയിൻറ്റ് മദർ തെരേസ. Corinthians 9 ഒരു ഉൾക്കാഴ്ച. 2 Corinthians 9 ഔദാര്യത്തിൻ്റെയും നൽകലിൻ്റെയും തത്വങ്ങളെക്കുറിച്ച് പൗലോസ് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സമർത്ഥമായ കരുതലിലും അനുഗ്രഹങ്ങളിലും വിശ്വസിച്ച് സന്തോഷത്തോടെയും ഉദാരമായും നൽകാൻ അദ്ദേഹം വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. തങ്ങളുടെ ഔദാര്യത്താൽ വിശ്വാസികൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ജോലിയിൽ പങ്കുചേരുകയും ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൽ ഐക്യം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നു. കാലാതീതമായി ഈ സത്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, നാം കൊടുക്കുമ്പോൾ നമ്മുടെ വിശ്വസ്തനും കൃപയുള്ളവനുമായ ദൈവത്തിൽ നിന്ന് സമർത്ഥമായി അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഔദാര്യത്തിൻ്റെ ഹൃദയങ്ങൾ നട്ടുവളർത്താൻ നമുക്ക് പ്രചോദനം ലഭിക്കും. ഇതാണ് നമ്മൾ 9 ഉൾക്കാഴ്ചയായിട്ട് കാണുന്നത്. നുറുങ്ങുകൾ. 15 വാക്യങ്ങൾ മാത്രമുള്ള 9ാം അധ്യായം വായിക്കുക, വീണ്ടും വായിക്കുക. ഉള്ളടക്കം സ്വയം പരിചയപ്പെടുത്തുക. അധ്യായത്തെ ചെറിയ ഭാഗങ്ങളെ വിഭജിച്ച് ഓരോ ഭാഗത്തിലും പ്രാവീണ്യം നേടുന്നതിൽ ശ്രദ്ധിക്കുക. May God bless you all. Thanks for watching. Read chapter 10 for the next episode. Hope you are enjoying this quiz program. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ വീഡിയോസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ഈ വചനം സ്പ്രെഡ് ചെയ്യാനായിട്ട്, വ്യാപിപ്പിക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തുക. ലോകം മുഴുവൻ ഇത് എത്തട്ടെ, എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം എല്ലാവരും നടത്തണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജോസഫ് ഫോർ JJ Logos 316.